അപ്പോൾ വായിലെ ക്യാൻസറിൽ നമുക്ക് ഒരു ക്യാൻസറായി മാറുന്നതിന് ഏകദേശം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ചെറിയ ലക്ഷണങ്ങൾ നമ്മുടെ വായ്ക്കുള്ളിൽ കാണാൻ കഴിയും. ബാക്ക് സൈഡ്, കവിളിൻ്റെ ഉൾവശം, അവിടെയൊക്കെയാണ് ഈ എറിത്രോപ്ലേക്കിയ, അതായത് ചുവന്ന പാടുകൾ. അത് കുറച്ചും കൂടി അപകടകാരിയാണ്. നമ്മൾ തന്നെ ഒരു സ്വയം പരിശോധന നടത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ക്യാൻസർ ആവുന്നതിന് മുന്നേ തന്നെ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാനായിട്ട് കഴിയും. വായിലെ ക്യാൻസർ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഗവൺമെന്റ് ദന്തൽ കോളേജ് ട്രിവാൻഡ്രം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മൃദുല പരമേശ്വരൻ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, നമ്മളിന്ന് സംസാരിക്കുന്നത് വായിലെ ക്യാൻസറാണ്. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഒരുപാട് പേരുടെ ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ഈ വായിലെ ക്യാൻസർ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ നമ്മൾ കഴിക്കുന്ന ആഹാരമായിരുന്നാലും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൊണ്ട് ഈ ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു വായിലെ ക്യാൻസർ വരുന്നത്? ഇതൊക്കെ തന്നെയാണോ റീസൺ? വായിലെ ക്യാൻസർ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലും ഹാബിറ്റ്സുമാണ് ഒരു പരിധിവരെയും വായിലെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണം. ഇതിൽ പ്രധാനമായും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ്. അതുപോലെ പുകവലി, അതോടൊപ്പം മദ്യപാനം, പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നാളായി പൊട്ടിയിരിക്കുന്ന കൂർത്ത പല്ലുകൾ എന്തെങ്കിലും, അല്ലെങ്കിൽ പല്ലിൻ്റെ റൂട്ട് സ്റ്റമ്പ് അത് വായിക്കാത്തുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അത് നമ്മുടെ വായിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാക്കുന്നു. സ്ഥിരമായി ഉണ്ടാവുന്ന മുറിവ്, ഉണങ്ങാൻ സമ്മതിക്കാത്ത മുറിവുകൾ, ഇതൊക്കെയാണ് പിന്നീട് ക്യാൻസറായിട്ട് മാറാൻ സാധ്യതയുള്ളത്. പിന്നെ അതുപോലെ ചില വൈപ്പ് പല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റമോ അഗ്രമോ കൂർത്ത അറ്റമോ ഇതുപോലെ കൊണ്ട് ഒത്തിരി നാളായിട്ട് ഉണങ്ങാതെ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് വരുന്ന ഒരു പരസ്യം എന്ന് പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ മാറ്റിവെക്കുക, ആ ഒരു ക്യാൻസറിന്റെ ഒരു പരസ്യമായിരിക്കും. പലപ്പോഴും നമ്മൾ കണ്ണടച്ചിരിക്കും, അയ്യോ അത് കാണാൻ വയ്യ എന്നൊരു അവസ്ഥയിലേക്ക്. പക്ഷെ ഈ ഒരു കൊണ്ടെത്തിക്കുന്നത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണെന്ന് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള, അതായത് അതായത് വായിലെ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാനാണ് ഡോക്ടർമാർ ശ്രമിക്കുന്നത്? ഓക്കെ, സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ തിയേറ്ററിലൊക്കെ കാണുന്നത് വളരെ ഭീകരമായ പേടിപ്പെടുത്തുന്ന പിക്ചേഴ്സാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ ക്യാൻസറിന്റെ ലേറ്റർ സ്റ്റേജിലാണ് അങ്ങനെ ഒരു ഭീകരമായ അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. അവസാന ഘട്ടത്തിലേക്കാണ് അങ്ങനെ വരുന്നത്. അപ്പം മിക്കവാറും തുടക്കം ഒരു ചെറിയ മുറിവ്, ഉണങ്ങാത്തൊരു മുറിവോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പാടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ വായിലെ ക്യാൻസറിൽ നമുക്ക് ഒരു ക്യാൻസറായി മാറുന്നതിന് ഏകദേശം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ചെറിയ ലക്ഷണങ്ങൾ നമ്മുടെ വായ്ക്കുള്ളിൽ കാണാൻ കഴിയും. അപ്പം അത് നമ്മൾക്ക് അറിയാമെങ്കിൽ ആ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് ക്യാൻസറിലേക്ക് എത്തുന്നതിന് മുന്നേ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വായിൽ കാണുന്ന ചില വെള്ളപ്പാട, ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയും. അതായത് നമ്മുടെ കട്ട തൈര് തേച്ചതുപോലെയുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. മിക്കവാറും കാണുന്നത് നാക്കിൻ്റെ വശങ്ങളിൽ, നാക്കിൻ്റെ അടിവശത്ത്, കവിളിൻ്റെ ഉൾഭാഗത്ത്, മോണയിൽ, ഇതിലൊക്കെയാണ് ഈ ല്യൂക്കോപ്ലേക്കിയ പാടുകൾ, അതായത് വെള്ളപ്പാടുകൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചുരണ്ടിയാൽ പോകാത്ത പാടുകളാണ്. പിന്നെ ക്ലീൻ ചെയ്താലോ നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ചുരണ്ടിയാലോ അത് പോകില്ല. അതൊരു കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും, ഒരു കട്ട തൈര് തേച്ചതുപോലെയുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. പിന്നെ ഉള്ളത് ഇതുപോലെ തന്നെ വെള്ളപ്പാടുകൾ പോലെ തന്നെ ചുവന്ന പാടുകളുണ്ട്, എറിത്രോപ്ലേക്കിയ എന്ന് പറയും. അതും ഈ പറഞ്ഞ പോലെ തന്നെ നാക്കിന്റെ അടിവശം, നാക്കിന്റെ സൈഡുകൾ, ബാക്ക് സൈഡ്, കവിളിന്റെ ഉൾവശം, അവിടെയൊക്കെയാണ് ഈ എറിത്രോപ്ലേക്കിയ, അതായത് ചുവന്ന പാടുകൾ. അത് കുറച്ചും കൂടി അപകടകാരിയാണ്, ചുവന്ന പാടുകൾ വെള്ളപ്പാടുകളേക്കാൾ. ഓക്കെ, അപ്പൊ അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് കുറച്ചും കൂടി കൂടുതലായിട്ടാണ് ഗവേഷണങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്കൊരു വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് കിട്ടുന്ന ആദ്യ ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള പാടുകൾ. പിന്നെയുള്ളത് പുകയില ധാരാളം ഉപയോഗിക്കുന്ന ആളുകളിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വാ തുറക്കാനുള്ള ബുദ്ധിമുട്ട്, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നാണ് അതിന് പറയുക. അതായത് വാ തുറക്കുമ്പം കവിളിൻ്റെ രണ്ട് സൈഡിലും ഭയങ്കരമായ ടൈറ്റ്നസ് അനുഭവപ്പെടുക. അത് കൂടി നമുക്കിങ്ങനെ ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ബാൻഡ് പോലെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും രണ്ട് കവിളിലും. അപ്പം അതെന്ന് പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങൾ
ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിലാണ് കൂടുതലും ഈ ലക്ഷണം കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ വായ്ക്കകത്ത് ഉണ്ടാകുന്ന ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ തന്നെയാണ് ആദ്യം ഇത് കണ്ടുപിടിക്കുകയുള്ളൂ. കാരണം ഇതിനൊന്നും പ്രത്യേകിച്ച് വലിയ സിംറ്റംസോ അങ്ങനെ ലക്ഷണങ്ങളോ നമ്മൾ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ചൂടുള്ളതോ എരിയുള്ളതോ ആയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു എരിച്ചിലും നീറ്റലും അനുഭവപ്പെടാറുണ്ട്, എസ്പെഷ്യലി എറിത്രോപ്ലേക്കിയ, ചുവന്ന പാടുകൾക്ക്. അല്ലെങ്കിൽ അത് തീർത്തും അസിംറ്റമാറ്റിക് ആയിരിക്കും, അതായത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കില്ല. അപ്പം നമ്മൾ തന്നെ ഒരു സ്വയം പരിശോധന നടത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ക്യാൻസർ ആവുന്നതിന് മുന്നേ തന്നെ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇതൊക്കെയാണ് ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റും? ഈ സമയത്ത് നമ്മൾ ഒരു ദന്താരോഗ്യ വിദഗ്ധനെ കാണേണ്ടതുണ്ട്. അതായത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മെഡിസിൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ ലൂക്കോപ്ലിക്ക, എറിത്രോപ്ലിക്കയ്ക്കൊക്കെ ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും കഴിക്കുന്നതായിട്ടുമുള്ള ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസിനാണെന്നുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. ചിലപ്പോൾ നമുക്ക് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യേണ്ടി വരാം. പിന്നെ ഒരു ക്യാൻസർ ആകാറായി ഇരിക്കുന്ന പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്കൊരു ബയോപ്സി എടുത്ത് നോക്കേണ്ടിയും വരാം. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ കീമോ കൊടുക്കാറുണ്ടോ ഇങ്ങനെയുള്ള ക്യാൻസറിനൊക്കെ? അതായത് നമ്മൾ എത്ര നേരത്തെ നമ്മൾ ഇത് ഡിറ്റക്ട് ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്തു എന്നുള്ളതനുസരിച്ചിരിക്കും. അതായത് നമ്മൾ ക്യാൻസറിന്, ഏതൊരു ക്യാൻസറിനെയും പോലെ വായിലെ ക്യാൻസറിന് നമ്മൾക്ക് സ്റ്റേജിംഗ് ഉണ്ട്. അപ്പം സ്റ്റേജ് 1, 2 ഒക്കെ ആണെങ്കിൽ, അതായത് അതിൻ്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപക്ഷെ ആ ഭാഗം നീക്കം ചെയ്തതുകൊണ്ട് മാത്രം തന്നെ, അല്ലെങ്കിൽ റേഡിയേഷൻ മാത്രം മതിയാവും, കീമോയുടെ ഒന്നും ആവശ്യം വരില്ല. പക്ഷേ അത് നമ്മൾ കണ്ടിട്ടും ഇത് ഇഗ്നോർ ചെയ്ത് ഡോക്ടറിനെ കാണിക്കാതെ വെച്ച് ഇത് ആ ലേറ്റർ സ്റ്റേജസിലേക്ക്, അതായത് അടുത്തുള്ള ലിംഫ് നോട്ട്സിലേക്കൊക്കെ സ്പ്രെഡായി, അതായത് നമ്മുടെ കഴുത്തിലുള്ള കഴലുകളായിട്ട് കാണുന്ന അതാണ് ലിംഫ് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ സ്പ്രെഡായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻവേസീവ്, അതായത് കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള ശസ്ത്രക്രിയകളും അതിൻ്റെ കൂടെ തന്നെ റേഡിയേഷനും കീമോയും ഒക്കെ വേണ്ടി വരും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആക്കം കൂടുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യം കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും സംശയം കാണും, ഇപ്പോൾ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം, അതായത് പല്ല് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും, ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ തന്നെ അവർക്ക് തോന്നും ഇതെങ്ങനെ ക്ലീൻ ചെയ്യാം, അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കാൻ പറ്റും, എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത് ഡോക്ടർ? അതായത് വായിലെ ക്യാൻസർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേടിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, അതൊക്കെ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജ്, നമ്മൾ ഇഗ്നോർ ചെയ്ത് പോയി അത്രയും ലേറ്റസ്റ്റ് സ്റ്റേജിലേ അങ്ങനെയൊക്കെ ആവത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഒരു പുണ്ണ് പോലെ, വായ്പുണ്ണ് പോലെ, അല്ലെങ്കിൽ ചെറിയൊരു അൾസറായിട്ടോ അല്ലെങ്കിൽ കട്ടിയുള്ളൊരു വെള്ളപ്പാടോ ഒക്കെ ആയിട്ടായിരിക്കും തുടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഭക്ഷണം വാ ക്ലീൻ ചെയ്യുന്നതിനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും വലിയ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. വായുടെ എരിച്ചിലിനും മറ്റും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായി വരാം. അപ്പം ഈ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജുകളിലാണെന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പല്ലുകൾക്ക് കേടുകൾ വരുമോ ഈ ക്യാൻസർ വന്നു കഴിയുമ്പോൾ? ക്യാൻസർ വന്നത് കാരണം പല്ലുകൾക്ക് കേടൊന്നും വരില്ല. അതുകൊണ്ട് അത് രണ്ട് കാര്യങ്ങളാണ്. ഇത് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ വരുന്ന കോശങ്ങൾക്ക് വരുന്ന ഏതൊരു ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് വരുന്ന ക്യാൻസർ പോലെ തന്നെ നമ്മുടെ വായ്ക്കുള്ളിലെ കോശങ്ങൾക്ക് സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ഒക്കെയാണ് ഈ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണം. ഓക്കെ, ഇത് എങ്ങനെയാണ് ക്യാൻസർ വന്നു കഴിഞ്ഞ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മൾ ഇപ്പോൾ ഒരു ദന്താരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ രോഗീനെ കണ്ടു കഴിയുമ്പോഴത്തേനും, അതായത് ഒരു മിക്കവാറും കാണുന്നത് ഉണങ്ങാത്ത ഒരു വായ്പുണ്ണായിട്ടായിരിക്കും. അതായത് എന്ന് പറഞ്ഞ് എല്ലാ വായ്പുണ്ണും ക്യാൻസർ അല്ല, ഉണങ്ങാതെ ഇരിക്കുന്ന മാസങ്ങളായിട്ടും അതുപോലെ തന്നെ ഇരിക്കുന്ന ഉണങ്ങാതെ ഇരിക്കുന്ന മുറിവുകളാണ് ക്യാൻസർ ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ വലിപ്പം പതിയെ കൂടുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് ഒരു ദന്താരോഗ്യ വിദഗ്ധനെ കാണിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അതിൻ്റെ എറ്റിയോളജിയിൽ അതായത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഒരു പക്ഷേ പുകയില ഉൽപ്പന്നങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ശീലം
മാറ്റുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൂർത്ത പല്ലുകളോ അങ്ങനെ എന്തെങ്കിലും സ്ഥിരം അതാണ് കാരണമെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പം കൂർത്ത പല്ലുകളാണെങ്കിൽ അത് നമുക്ക് രാഗി ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കുച്ചിപ്പല്ലുകളാണെങ്കിൽ അത് എടുത്തു കളയാം. പിന്നെ വെയ്പ്പ് പല്ലുകളുടെ അറ്റം കൂർത്തിരിക്കുന്നതാണ് അതിന് കാരണമെങ്കിൽ അത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കുകയോ അല്ലെങ്കിൽ വെയ്പ്പ് പല്ല് മാറ്റി മറ്റൊരു സെറ്റ് വെക്കുകയോ ചെയ്യാം. എന്നിട്ട് നമ്മൾ പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്യും. എന്നിട്ടും ഇതിൽ മാറ്റങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബയോപ്സി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബയോപ്സിയിൽ ക്യാൻസറിൻ്റെ ഫുൾ ഫ്ലജ്ഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ക്യാൻസർ രോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. ബാക്കി ട്രീറ്റ്മെന്റ്സ് അവിടെയാണ് ചെയ്യുക. പിന്നെ ഓങ്കോളജിസ്റ്റിനെ കണ്ട് അങ്ങനെ ആ വഴിക്കാണ് പോവേണ്ടത് അല്ലേ? ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ മൗത്ത് അൾസർ പോലെയുള്ള കാര്യങ്ങൾ വരുന്നത് ക്യാൻസർ വരുമ്പോഴും അതിലും വരാം, അല്ലാതെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെടില്ലേ? തീർച്ചയായും ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന വായ്പുണ്ണുകൾ, അതായത് ചെറിയ ഒരു മഞ്ഞ അല്ലെങ്കിൽ വെള്ള കുത്തു പോലെ വന്നിട്ട് ചുറ്റിനും ഒരു റെഡ് കളർ ഇത് വരുന്ന പിൻ പോയിന്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ടുള്ള ചെറിയ അൾസേഴ്സ് കവിളിലും നാക്കിലും ഒക്കെ ചിലർക്കൊക്കെ സ്ഥിരം വരുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് മൈനർ ആഫ്റ്റർ അൾസർ എന്ന് പറഞ്ഞ സാധാരണമായ വായ്പുണ്ണാണ്. അതൊരിക്കലും ക്യാൻസറിന്റെ ലക്ഷണമൊന്നുമല്ല. അത് നമ്മൾ മിക്കവാറും ഒരു സ്ട്രെസ് പീരീഡ്, ഇപ്പം ചില കുട്ടികൾക്ക് പരീക്ഷയുള്ള സമയത്ത് സ്ഥിരമായി കാണാറുണ്ട്. അത് വളരെ നിരുപദ്രവകാരിയാണെങ്കിലും പക്ഷെ വളരെ പെയിൻഫുള്ളുമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അതും ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പം മിക്കവാറും അത് നമ്മൾ അതിന് സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ടോപ്പിക്കലായിട്ട് നമുക്ക് ജെൽസ് അവൈലബിൾ ആണ്. അതായത് മരവിച്ചിരിക്കും കുറച്ച് നേരത്തേക്ക് ആ ഭാഗം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായിക്കൊള്ളാവുന്നതാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ആ സ്ട്രെസ് ഫ്രീ ആ പീരീഡ് ആകുമ്പോൾ അതങ്ങ് മാറിക്കോളും. അപ്പം അതൊരിക്കലും ക്യാൻസറായിട്ട് തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. അതാണ് മൈനർ ആഫ്റ്റർ അൾസർ, സാധാരണയായി വരുന്ന വായ്പുണ്ണുകൾ. പിന്നെ ചിലർക്ക് നമ്മൾ കവിളിൻ്റെ ഒരു വശത്തായിട്ട് വെള്ളപ്പാട്, ഇപ്പം ഞാൻ നേരത്തെ ല്യൂക്കോപ്ലേക്കയുടെ കാര്യം പറഞ്ഞപ്പം എല്ലാ വെള്ളപ്പാടും അതാണോ എന്ന് സംശയിക്കാം. അപ്പോൾ നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ആ രണ്ട് പല്ലുകളും കവിളിൽ സ്ഥിരമായി മുട്ടിയിട്ട് അവിടെ ഒരു വെള്ളപ്പാട് പോലെ വരാറുണ്ട്. അതൊരിക്കലും ക്യാൻസറിൻ്റെ ലക്ഷണമൊന്നുമല്ല, അത് സാധാരണമാണ്. അതുപോലെ പിന്നെയുള്ളത് ഈ ചില ലിപ്പിൽ, അതായത് ലോവർ ലിപ്പിലൊക്കെ കടി കൊണ്ടിട്ട് ചെറിയ കുമിള പോലെ വരും. അപ്പം അത് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. അതൊരിക്കലും ക്യാൻസർ അല്ല. അത് നമ്മൾ ആ ഒരു ട്രോമ കാരണം പല്ല് കൊണ്ടിട്ട് ആ ഭാഗത്തുള്ള ഉമിനീർ ഗ്രന്ഥിയുടെ അകത്തുനിന്ന് അത് റപ്ചറായിട്ട് സ്പില്ലായി വരുന്ന ആ ഉമിനീരാണ്. അത് മ്യൂക്കോസീൽ എന്ന് പറയും. അതും ഒത്തിരി നാൾ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടി വരാം. അതല്ലാതെ അതൊരിക്കലും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളല്ല. പിന്നെ കവിളിൻ്റെ സൈഡിൽ ചെറിയ മഞ്ഞ പാടുകൾ പോലെ ഇങ്ങനെ വരാറുണ്ട്. അതെന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ഉമിനീർ ഗ്രന്ഥി, അതുപോലെ സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട് കവിളിനകത്ത്. അപ്പോൾ ഫോർഡൈസസ് ഗ്രാന്യൂൾസ് എന്നൊക്കെ പറയുന്നതാണ്. അതും ക്യാൻസറിൻ്റെ ലക്ഷണമല്ല. എങ്കിൽ പോലും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ദന്താരോഗ്യ വിദഗ്ധനെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കണ്ടിട്ട് ഇഗ്നോർ ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദുശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, എന്തായിരുന്നാലും നമ്മളൊന്ന് അല്ലേ ഡോക്ടറിനെ 6 മാസത്തിലൊരിക്കൽ നമ്മളൊരു ദന്താരോഗ്യ വിദഗ്ധനെ സന്ദർശിച്ചിരിക്കണം. 6 മാസം അല്ലേ? ഡ്യൂറേഷൻ അതാണ് 6 മന്ത്സിൽ ഒരിക്കൽ. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒന്ന് പരിശോധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്തായാലും വായിലെ ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ നമ്മളോട് ഡിസ്കസ് ചെയ്തു. എനിവേ മറ്റൊരു എപ്പിസോഡിൽ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും എത്താം ഡോക്ടർ. താങ്ക് യു.